സുഭാഷ് ചേട്ടാ ഏതാണ് പേരുന്നിട്ട്? വളരെ ഭീതിജനകമായിട്ടൊരു അന്തരീക്ഷം ഇപ്പോൾ ചാലക്കുടിയിൽ നടക്കുകയാണ്. ചാലക്കുടിയിൽ പോട്ടയിൽ പറക്കുട്ടി അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ആന വരണ്ടിരിക്കുകയാണ്. ഈ ആന ഇപ്പോൾ ഈ റോട്ടിലൂടെയൊക്കെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് ഈ ആന വിരളി പിടിച്ചോടുകയാണ്, വിരണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേട്ടന്മാരാണ്, ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സജീവൻ എന്നാണ് ഈ ആന പാപ്പാൻ്റെ പേര്. ആനയുടെ പേര് പീച്ചിയിൽ ശിവൻ. ഈ ആന ഇന്നലെ വെളുപ്പിന് ഈ ആന ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ ആനയെ കൊണ്ടുവന്നതിന് ശേഷം ആന ഇന്ന് വിരണ്ടു, ആന അടഞ്ഞു. അതിനുശേഷം ഈ റോട്ടിലൂടെ ആന ഭീതിജനകമായ രീതിയിൽ ആന വിളറി പിടിച്ച് ഓടുകയാണ്, വിരണ്ട് ഓടുകയാണ്. വലിയ ഭീതിജനകമായ അന്തരീക്ഷം ഈ പറക്കുട്ടി അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്ത് ഇവിടുത്തെ ചേട്ടന്മാരുണ്ട്. ഞാൻ ഇവരോട് ചോദിച്ചു നോക്കാം. ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കായിരുന്നു. ഭാഗ്യത്തിനാണ് ഈ പറഞ്ഞ രീതിയിൽ ആന വരണ്ട് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിലെ എല്ലാ വീടുകളിലും ഗേറ്റുകൾ അടച്ചിട്ടേക്കാണ്. തൊട്ടടുത്തുള്ള വീടിൻ്റെ ഗേറ്റ് കയറുന്ന അവിടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും അത്യന്തം ഒരു വിരണ്ടിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഈ പറക്കുട്ടി അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. പോലീസ് ഫയർഫോഴ്സ് സംവിധാനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആന ഇപ്പോൾ ഈ പറക്കുട്ടി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു കനാലിൻ്റെ അതിലേക്ക് കയറി അവിടെ ഒരു വീട്ടിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. അപ്പൊ അവിടെ എന്താ ഞൊളിപ്പൊക്കെ ഉണ്ടായ അവിടെ വന്നതാ. അപ്പൊ സജീവനാണ് ഇതിന്റെ ചട്ടക്ക. അപ്പൊ അതായത് മിനിഞ്ഞാന്ന നാലെണ്ണം കണ്ട് ഒരാളെ കുലുക്കി വീണിച്ചു, കാലൊടിഞ്ഞു ഒരാളെ. അങ്ങനെ ലോറിക്ക് കൊണ്ടുവന്നിട്ട് ഈ ലോറിന്ന് ഇറക്കിയത് സജീവനാ. അങ്ങനെ സജീവൻ വന്ന ലോറിന്ന് ഇറക്കിയിട്ട് വെളുപ്പിനും ഇവിടെ ഈ മടത്തിക്കാവ് അമ്പലത്തിൻ്റെ അവിടെ കൊണ്ട് കെട്ടി. ഇന്ന് ശിവന്റെ അമ്പലത്തങ്ങ കൊണ്ട് കെട്ടി കുറച്ചു നേരം. പിന്നെ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പാർക്കോട്ടേക്ക്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്.